സീപ്ലെയിൻ LDF-ൽ ചർച്ച ചെയ്യണമെന്ന CPI ഇടത് മുന്നണി ചർച്ച ചെയ്തതിന് ശേഷം മാത്രമേ സർവീസ് അനുവദിക്കാവൂ. പദ്ധതി തള്ളുന്നില്ല, പക്ഷേ വിശദ പരിശോധന വേണമെന്നും CPI ആവശ്യപ്പെട്ടു. CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വമാണ് മുഖ്യമന്ത്രിയെ നിലപാട് അറിയിച്ചത്. തിരുവനന്തപുരത്ത് നിന്ന് ബിനിൽ സാബുണ്ട് വിശദാംശങ്ങളുമായി. ബിനിൽ, ഈ സീപ്ലെയിന്റെ ഭാവി എന്താകും? എന്തൊക്കെയാണ് ഈ CPI മുന്നോട്ട് വയ്ക്കുന്ന നിർദ്ദേശങ്ങൾ? ഈ പദ്ധതി എന്തായാലും തള്ളുന്നില്ല, പക്ഷേ വിശദമായ പരിശോധന ഇക്കാര്യത്തിൽ വേണമെന്നാണ് CPIയുടെ നിലപാട്. നേരത്തെ തന്നെ, അതായത് 2013 ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് ഈ പദ്ധതി കൊണ്ടുവന്നതാണ്. അന്ന് കൊല്ലം അഷ്ടമുടി കായലിൽ ഈ സീപ്ലെയിൻ പറന്നിറങ്ങുകയും, പക്ഷേ ആലപ്പുഴ പുന്നമട കായലിലേക്കാണ് അത് പറക്കൽ നിശ്ചയിച്ചിരുന്നത്. പക്ഷേ അവിടെ മത്സ്യത്തൊഴിലാളികൾ വലിയ പ്രതിഷേധത്തോടു കൂടി അന്ന് ആ പദ്ധതി നടന്നില്ല. അത് പിന്നീട് ഉപേക്ഷിക്കുകയാണ് ചെയ്തത്. അങ്ങനെ ഒരു ചരിത്രം നമുക്ക് മുന്നിലുണ്ട്. അതുതന്നെയാണ് ഇപ്പോഴും CPI ആവശ്യപ്പെടുന്നത്. മത്സ്യത്തൊഴിലാളികളുടെ ആശങ്കകൾ പരിഹരിക്കണം. അന്നും CPI CPM-ന്റെ സംഘടനകളാണ്, AITC അടക്കമുള്ള സംഘടനകളാണ് വലിയ പ്രതിഷേധവും സമരവും ഒക്കെ നടത്തിയത്. എന്തായാലും ഇപ്പോഴും ആ ആശങ്കകൾ നിലനിൽക്കുകയാണെന്നാണ് CPI പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇതിൽ വ്യക്തമായ ചർച്ച വേണം, രാഷ്ട്രീയ സമന്വയം ഇക്കാര്യത്തിൽ വേണമെന്നാണ് CPIയുടെ നിലപാട്. അതുതന്നെയാണ് മുഖ്യമന്ത്രിയെ ആ നിലപാട് സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം അറിയിച്ചിട്ടുള്ളതും. എന്തായാലും ഇന്ന് CPIയുടെ എക്സിക്യൂട്ടീവ് ഉണ്ട്, CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി ഉണ്ട്, അതോടൊപ്പം തന്നെ LDF യോഗമുണ്ട്. ഈ യോഗങ്ങളിൽ, പ്രത്യേകിച്ച് LDF യോഗത്തിലും CPIയുടെ എക്സിക്യൂട്ടീവിലും ഈ വിഷയം ചർച്ചയായി ഉയർന്നു വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. മാത്രമല്ല, ഈ വിഷയത്തിൽ ബിനോയ് വിശ്വത്തിന്റെ ഒരു പ്രതികരണം കൂടി നമ്മൾ കാക്കുന്നുണ്ട്. നിലവിൽ എന്തായാലും ഇക്കാര്യം മുഖ്യമന്ത്രി അറിയിച്ചിട്ടുണ്ട്. പക്ഷേ സർക്കാരും ഇതിൽ ഒരു പിന്നോട്ട് പോകുന്ന, അല്ലെങ്കിൽ CPI എതിർക്കുന്ന മറ്റ് രാഷ്ട്രീയ കക്ഷികളെ കവച്ച് മുന്നോട്ട് പോകാനുള്ള സാധ്യത ഇല്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇക്കാര്യത്തിൽ ഒരു ഐക്യമുണ്ടാക്കി മുന്നോട്ട് പോകാൻ തന്നെയായിരിക്കും സംസ്ഥാന സർക്കാർ നിലപാട് സ്വീകരിക്കുക. ഇത് കേരളത്തിന്റെ മുഖച്ഛായ തന്നെ മാറ്റുന്ന ഒരു പദ്ധതിയാണ്. ടൂറിസം മേഖലയിൽ വലിയ മുന്നേറ്റവും ഉണർവും ഉണ്ടാക്കാൻ കഴിയുമെന്നാണ് ടൂറിസം വകുപ്പ് തന്നെ ഇതിൽ പറയുകയും ചെയ്തത്. നേരത്തെ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്തെ ഈ പദ്ധതി മാറ്റമുണ്ടെന്നാണ് PM മുഹമ്മദ് റിയാസ് അറിയിച്ചത്. അത് പ്രധാനമായും ചൂണ്ടിക്കാട്ടുന്നത്, അന്ന് കായലിൽ നിന്നും കായലിലേക്കാണ് ഈ പദ്ധതി ഉണ്ടായിരുന്നത്. സീപ്ലെയിൻ പറക്കുന്നത് കായലിൽ നിന്നും മറ്റൊരു കായലിലേക്കാണ്. അവിടെ കക്ക വരുന്ന, അല്ലെങ്കിൽ മത്സ്യത്തൊഴിലാളികൾക്ക് വലിയ ബുദ്ധിമുട്ട് അത് ഉണ്ടാക്കും. ആ പദ്ധതി മത്സ്യത്തൊഴിലാളികൾക്കെതിരാണ് എന്നൊരു വാദമായിരുന്നു അന്ന് ഉണ്ടായിരുന്നത്. അതിലാണ് വലിയ പ്രതിഷേധം ഉണ്ടായത്. പക്ഷേ ഇപ്പോൾ മുഹമ്മദ് റിയാസ് കഴിഞ്ഞ ദിവസം വിശദീകരിച്ചത്, ഇത് ഡാമുകളിൽ നിന്നും ഡാമുകളിലേക്കാണ്. അവിടെ മത്സ്യത്തൊഴിലാളികൾക്ക് വലിയ പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ മത്സ്യത്തൊഴിലാളികളെ ബാധിക്കില്ല എന്നാണ് PM മുഹമ്മദ് റിയാസ് പറയുന്നത്. പക്ഷേ ഇക്കാര്യത്തിൽ ഒരു വ്യക്തത വന്നിട്ടുമില്ല. എന്തായാലും CPM-ലും ഇക്കാര്യത്തിൽ വിശദമായ ഒരു ചർച്ച നടന്നിട്ടില്ല. പക്ഷേ ഈ പദ്ധതിയിൽ പിന്നോട്ട് പോകില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കേന്ദ്ര വ്യോമയാന മന്ത്രാലയത്തിന് കൃത്യമായി തന്നെ റിപ്പോർട്ട് സമർപ്പിക്കണം. അതിനു മുന്നോടിയായി തന്നെ ഇക്കാര്യത്തിൽ ഒരു രാഷ്ട്രീയ ഐക്യം രൂപീകരിക്കാൻ, അല്ലെങ്കിൽ മുന്നണിയിൽ തന്നെ ഒരു ഐക്യം രൂപീകരിക്കാൻ തന്നെയായിരിക്കും CPM-ന്റെ നിലപാട്, സർക്കാർ നിലപാട് അങ്ങനെയാണ്. എന്തായാലും പദ്ധതിയുമായി സർക്കാർ മുന്നോട്ട് പോകും. പക്ഷേ ഇത്തരം ആശങ്കകൾ നിലനിൽക്കുന്നു എന്നുള്ള കാര്യം വസ്തുതയാണ്. അതാണ് CPI ഇപ്പോൾ മുഖ്യമന്ത്രി അറിയിച്ചിട്ടുള്ളതും. രാഷ്ട്രീയ സമന്വയം വേണം, അതോടൊപ്പം തന്നെ വിശദമായ പരിശോധനയും വേണമെന്നാണ് CPIയുടെ നിലപാട്. ഇതിൽ ശരി, ബിനിൽ ലീല സാബുവാണ് വിശദാംശങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന്.